ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സെറ്റ്സൊക്കെ ഗോത്രൂ ചെയ്തു അല്ലേ ലാസ്റ്റ് വീഡിയോയിൽ. ഇനി നമുക്ക് മാപ്സ് ഗോത്രൂ ചെയ്യാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമുക്ക് എന്താ വെച്ചാൽ ഈ എക്സിസ്റ്റിംഗ് കോഡ്സ് ഉള്ളത് ഞാനൊന്ന് കമൻ്റ് ഔട്ട് ചെയ്യാം. സെറ്റ്സ് എഴുതിയിരുന്നത് നമുക്ക് മാപ്സിന് വേണ്ടിയിട്ട് ഞാൻ 2 ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ കോൺസ്റ്റ് പേഴ്സൺ 1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സോ അതിൽ ഞാൻ നെയിം പ്രോപ്പർട്ടി കൊടുത്തിട്ട് നെയിം വന്നിട്ട് ഞാൻ സച്ചിന്ന് ഞാൻ മെൻഷൻ ചെയ്യണം. ഓക്കെ, സോ പിന്നെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് അടുത്തൊരു പ്രോപ്പർട്ടി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്, പേഴ്സൺ 2 എന്ന് പറഞ്ഞിട്ട്. അതിലും ഞാൻ നെയിം പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ട്. നെയിം വന്നിട്ട് ഞാൻ വിരാട്ട് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, ഇപ്പം ഞാൻ 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പേഴ്സൺ 1ഉം പേഴ്സൺ 2ഉം. ഓക്കെ, സോ നിങ്ങൾക്ക് ഓരോ പേഴ്സണിലും എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഓരോ ഒബ്ജക്റ്റിനും എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്യാമെന്ന് വയ്ക്കുക. ബട്ട് ആ എക്സ്ട്രാ ഇൻഫർമേഷൻ പേഴ്സൺ ഒബ്ജക്റ്റിലേക്ക് മെർജ് ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. കാരണം ഈ ഒബ്ജക്റ്റ് നമ്മൾ മൾട്ടിപ്പിൾ പ്ലേസിൽ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നതായിരിക്കുക. സോ അതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ ഇൻഫർമേഷൻ ഈ ഒബ്ജക്റ്റ് കൊടുക്കണ്ട, പക്ഷേ കുറച്ച് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണം എന്നാൽ. സോ ഇനി എക്സ്ട്രാ ഇൻഫർമേഷൻ സെപ്പറേറ്റ് ആയി സ്റ്റോർ ചെയ്യാൻ ബെസ്റ്റ് ടൂളാണ് മാപ്പ്. ഓക്കെ, സോ നമുക്ക് വെച്ചാൽ മാപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ പേഴ്സൺ ഡാറ്റ എന്നൊരു ഒബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനൊരു പേഴ്സൺ ഡാറ്റ എന്ന് കൊടുക്കുന്നു, എന്നിട്ട് അതിലേക്ക് ഞാൻ മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. സോ മാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊരു കീവേഡ് ഉണ്ട്, ന്യൂ മാപ്പ് എന്ന് പറഞ്ഞിട്ട്. സെറ്റിൽ നമ്മൾ ന്യൂ സെറ്റ് യൂസ് ചെയ്തിരുന്നു, അതേപോലെ തന്നെ മാപ്പിലാണെങ്കിൽ ന്യൂ മാപ്പ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ മാപ്പ് കൺസ്ട്രക്ട് ഇനീഷ്യൽ ചെയ്യാൻ അറേസ് ഓഫ് അറേസ് ഒക്കെ കൊണ്ട് നമുക്ക് പറ്റും. എന്തുകൊണ്ടാണ് അറേസ് ഓഫ് അറേസ് ഞാൻ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈച്ച് ഇന്നർ അറേ കീ വാല്യൂ പെയർ ആണ്, അതുകൊണ്ടാണ് ഞാൻ അറേസ് ഓഫ് അറേസ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് എഴുതാം, കോഡ് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്നുള്ളത് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ കീ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് സ്റ്റോർ ചെയ്യാം മാപ്പിൽ. എനിക്ക് ഒബ്ജക്റ്റ് വേണം, ഈ ഒബ്ജക്റ്റ് തന്നെയായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഞാൻ എങ്ങനെ മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ കോൺസ്റ്റ് പേഴ്സൺ ഡാറ്റ എന്ന് പറഞ്ഞ് ഞാൻ പേര് ക്രിയേറ്റ് ചെയ്യാണ്, മാപ്പിൻ്റെ പേര്. എന്നിട്ട് ഞാൻ പറഞ്ഞു ന്യൂ മാപ്പ് എന്നുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അറേയുടെ ഉള്ളിൽ ഞാൻ അറേ എന്ന് പറഞ്ഞു, അറേ ഓഫ് അറേസ് എന്ന് പറഞ്ഞു. എന്നിട്ട് കീ വാല്യൂ പെയർ ഉണ്ട്, ഒന്ന് പേഴ്സൺ 1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് കൊടുത്തു ഞാൻ. ഓക്കെ, എന്നിട്ട് ഞാൻ അതിൻ്റെ വാല്യൂ ആയിട്ട് അറേ കൊടുത്തിട്ട് അറേയുടെ ഉള്ളിൽ ഞാൻ ഒബ്ജക്റ്റ് കൊടുക്കുന്നത് എന്താണ്. ഇപ്പോൾ എനിക്കൊരു പർച്ചേസ് ഡാറ്റ പോലെയൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഡേറ്റ് കൊടുക്കുകയാണ്, മെൻഷൻ ചെയ്യാണ്. ഇപ്പോൾ എന്താ 12 യെസ്റ്റർഡേ എന്ന് കൊടുക്കുക തൽക്കാലം. ഡേറ്റ് ഫീൽഡ് ഞാൻ അങ്ങനെ കൊടുക്കുന്നു, പേരിന് എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. പ്രൈസ് 20 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കൺസോൾ ചെയ്ത് നോക്കാം എന്താ വരുന്നത് എന്നുള്ളത്. കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് പേഴ്സൺ ഡാറ്റ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാം. ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ വന്നിട്ടുണ്ട്, കാരണം പ്രൈസിന് നമ്മൾ ഒബ്ജക്റ്റ് മെൻഷൻ ചെയ്തില്ല, കോളൻ ഇടാൻ മറന്നുപോയി. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ കൊടുത്ത മാപ്പിൻ്റെ ഡീറ്റെയിൽസ്. ഈ ഒബ്ജക്റ്റിൻ്റെ പേര് സച്ചിൻ, നെയിം സച്ചിൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്ത ഡാറ്റയും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഞാൻ പറഞ്ഞു കൺസോളിൽ ഇപ്പോൾ ഡ്രിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കീ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഒബ്ജക്റ്റാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ. ഇത് നമ്മുടെ പേഴ്സൺ ഒബ്ജക്റ്റാണ്, അതാണ് നമുക്ക് കീ ആയിട്ട് വരിക്കുന്നത്. വാല്യൂ ബേസിക്കലി വന്നത് നമ്മുടെ ഈ അറേ, നമ്മൾ പർച്ചേസ് അറേ ഉദ്ദേശിക്കുന്നത്, അത് കൊടുത്തത് വാല്യൂ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തിട്ട് ഡേറ്റും കിട്ടി, പ്രൈസും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ബ്യൂട്ടി എന്താ വെച്ചാൽ എക്സ്ട്രാ ഇൻഫർമേഷൻ പേഴ്സൺ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ മെർജ് ചെയ്യുന്നില്ല. ഈ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ ഒന്നും മറ്റു ഒബ്ജക്റ്റിലേക്ക് മെർജ് ചെയ്യുന്നില്ല. ഒബ്ജക്റ്റ് അത് കാരണം ടച്ച് ചെയ്തിട്ടില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. മാപ്പിൽ സെപ്പറേറ്റ് ആയി തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ ഉള്ളത്. ഇനി മാപ്പിൽ നിന്ന് വാല്യൂസ് എങ്ങനെ റിട്രീവ് ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. സോ മാപ്പിൽ വാല്യൂ റിട്രീവ് ചെയ്യാനായിട്ടൊരു മെത്തേഡ് ഉണ്ട്, ഗെറ്റ് മെത്തേഡ് ഉണ്ട്. ഇപ്പം ഞാനിവിടെ കൺസോൾ ഡോട്ട് ലോഗ് പേഴ്സൺ ഡാറ്റ കൊടുത്തില്ലേ, അതേപോലെ കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് എങ്ങനെ ഓരോ ഒബ്ജക്റ്റ് നമുക്ക് റിട്രീവ് ചെയ്യാമെന്ന് വെച്ചാൽ പേഴ്സൺ ഡാറ്റ എഴുതി ഡോട്ട് ഗെറ്റ് ആ കീയുടെ പേര് എഴുതാം. കീ നമ്മുടെ ഒബ്ജക്റ്റാണ്, ഒബ്ജക്റ്റിൻ്റെ പേര് പേഴ്സൺ 1 എന്നും പറഞ്ഞ് എഴുതാൻ പറ്റും നമുക്ക്. സെമിക്കോളൻ അടിക്കുക, റൺ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഞാനത് കമൻറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി, എന്താണ് ആ വാല്യൂ കീയിൽ പേഴ്സൺ 1 എന്ത് ഡാറ്റയാണോ സ്റ്റോർ ചെയ്തേക്കണം അതിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇത് വർക്ക് ആകുന്നുണ്ട്. എന്തുകൊണ്ട് വെച്ചാൽ പേഴ്സൺ 1 എന്ന് പറഞ്ഞാൽ എക്സാക്ട് സെയിം ഒബ്ജക്റ്റ് റെഫറൻസ് ആണ് യൂസ്ഡ്.
കീ ആയിട്ട് നമ്മൾ എന്ത് കൊടുത്തിരുന്നോ അതേ ഒബ്ജക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. പേഴ്സൺ 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത്. പേഴ്സൺ 1 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എക്സാക്ട് സെയിം ഒബ്ജക്റ്റ് റെഫറൻസ് ആണ് കീ യൂസ് ചെയ്തത്, കീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സെയിം അഡ്രസ്സാണ് അല്ലെങ്കിൽ സെയിം പോയിൻ്ററാണ്. കോപ്പി ഒബ്ജക്റ്റ് കൊടുത്താൽ മാച്ച് ആകില്ല. ഓക്കെ, സെയിം ഒബ്ജക്റ്റ് റെഫറൻസ് തന്നെ നമുക്ക് കൊടുക്കാൻ വേണം കീ ആയിട്ട്. സോ മാപ്പ് ക്രിയേറ്റ് ചെയ്ത ശേഷം ലേറ്റർ നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. അതിൻ്റെ വേറെ മെത്തേഡ് ഉണ്ട്, അതാണ് സെറ്റ് മെത്തേഡ്. സോ സെറ്റ് കീ കോമ വാല്യൂ എന്ന് പറയും. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് കീ ആയിരിക്കും, സെക്കൻഡ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പേഴ്സൺ ഡാറ്റയിൽ ഒരു കീസ് പേഴ്സൺ 2 എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇവിടെ പേഴ്സൺ ഡാറ്റ എഴുതി ഡോട്ട് സെറ്റ്, എന്നിട്ട് പേഴ്സൺ 2 കോമ അറേ എഴുതി. അറേയിൽ ആ വാല്യൂ എഴുതണം. ഞാനിപ്പോൾ ഡേറ്റ് 2 വീക്സ് എഗോ എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് പ്രൈസ് ഞാനിവിടെ 200 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് പേഴ്സൺ ഡാറ്റ നമുക്ക് കൊടുത്തു നോക്കാം എന്താണ് വരുന്നതെന്നുള്ളത്. ഒന്ന് റൺ ചെയ്യാം. റൺ ചെയ്താൽ മനസ്സിലാവും. ആക്ച്വലി ഫസ്റ്റത്തെ കീയിൽ ഈ വാല്യൂ ഉണ്ട്, സെക്കൻഡ് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, സെക്കൻഡ് ഒബ്ജക്റ്റ് വെച്ച് ആഡ് ചെയ്തു, അതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കീ അതിൻ്റെ വാല്യൂ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ മാപ്പിൽ നമുക്ക് 2 എൻട്രി കാണാൻ പറ്റും. പേഴ്സൺ 1 പർച്ചേസും കറസ്പോണ്ടിങ്ങിൽ പേഴ്സൺ 2 പർച്ചേസും നമുക്ക് കാണാൻ പറ്റും. മാപ്പിൻ്റെ അനദർ ഡിസഡ്വാൻറ്റേജ് കീ ടൈപ്സ് മിക്സ്ഡ് ആക്കാം. ഓക്കെ, ഒബ്ജക്റ്റ് കീ പ്ലസ് സ്ട്രിങ് കീ പ്ലസ് നമ്പർ കീ അങ്ങനെ എല്ലാം അലൗഡ് ആണ്, നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മാപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂപ്പ് ചെയ്യാനും പറ്റും കേട്ടോ. സോ ലൂപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർ ഓഫ് മെത്തേഡ് ബേസിക്കലി യൂസ് ചെയ്ത് നമുക്ക് ലൂപ്പ് ചെയ്തെടുക്കാനും പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് ഔട്ട് ചെയ്യാം. നമ്മൾ ഫോർ ഓഫ് മെത്തേഡ് മുമ്പത്തെ വീഡിയോയിൽ ഗോ ത്രൂ ചെയ്തതാണ്. സോ ഫോർ കോൺസ്റ്റ് എൻട്രി ഓഫ് പേഴ്സൺ ഡാറ്റ ഡോട്ട് എൻട്രീസ് എന്ന് പറഞ്ഞ് എഴുതി, എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് എൻട്രി ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈച്ച് എൻട്രി ഈസ് എൻ അറേ വിത്ത് എക്സാക്ട് 2 എലമെൻറ്റ്സ്. എൻട്രി ഓഫ് 0 എന്ന് പറഞ്ഞാൽ കീ അതിൻ്റെ, ഓക്കെ, പിന്നെ അതിൻ്റെ വാല്യൂ, പിന്നെ അതിൻ്റെ കീ അതിൻ്റെ വാല്യൂ, അങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് കീ ഒബ്ജക്റ്റ് കോമ വാല്യൂ അറേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ കീ ഒബ്ജക്റ്റ് കോമ വാല്യൂ അറേ, പിന്നെ കീ ഒബ്ജക്റ്റ് ഡോട്ട് കോമ വാല്യൂ അറേ, അതുകൊണ്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, സെറ്റിൽ എൻട്രീസ് വേഡ് തോന്നുന്നു ബേസിക്കലി. സോ ബേസിക്കലി മാപ്സിൽ നമുക്ക് കിട്ടുന്നത് ഇതിങ്ങനെയാണ്, കീ കോമ വാല്യൂ ആണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഡി സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. കീയും വാല്യൂ സ്പെസിഫൈ ചെയ്ത് നമുക്ക് എടുക്കാനും പറ്റും. ഒരു എക്സാമ്പിൾ നമ്മൾ ഡി സ്ട്രക്ചർ നമ്മൾ ഗോ ത്രൂ ചെയ്താണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എൻട്രിക്ക് പകരം ഇവിടെ കിട്ടുന്ന അറേ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കീ വാല്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിവിടെ കീ കോമ വാല്യൂ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. എന്നിട്ട് ഇവിടെ എൻട്രിയിൽ നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം കീ കോമ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. ഓക്കെ, സെയിം തന്നെയാണ്. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കീ വാല്യൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കീ ഇങ്ങനെ എഴുതാം, കീ കോമ ഇവിടെ വാല്യൂ പറഞ്ഞ് എഴുതാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ എറർ വന്നു. സോ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാം, കുറച്ചും കൂടി ബെറ്ററായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കീ ഇതാണ്, കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് വാല്യൂ എന്നും പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ വന്നു. പിന്നെയും സിൻടാക്സ് ആയിരുന്നു, കോമ മിക്സ് പോയി. സോ കീ നമുക്ക് ഇത് കിട്ടി, വാല്യൂ ഇത് കിട്ടി, പിന്നെ കീ നമുക്ക് ഇങ്ങനെ കിട്ടി, വാല്യൂ കിട്ടി. ഇപ്പോൾ നമ്മൾ കീ വാല്യൂം എൻട്രി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൺസോൾ ലോഗിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കീ വാല്യൂ എന്നത് എൻട്രി അറേയിൽ നിന്നുള്ള 2 ഐറ്റംസ് അൺപാക്ക് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. സംടൈംസ് വാല്യൂ വേണ്ട, കീ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അതും മോഡിഫൈ ചെയ്യാം. ഈ ഇതിൻ്റെ പകരം നമുക്ക് കീ മാത്രം കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ പേഴ്സൺ ഡാറ്റ ഓഫ് എൻട്രീസിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ വേറെ മെത്തേഡ് ഉണ്ട്, കീസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. സോ അത് നമുക്ക് കോൾ ചെയ്തെടുക്കാനും പറ്റും. എന്നിട്ട് കൺസോൾ ലോഗ് വാല്യൂ ഞാൻ കമൻറ്റ് ഔട്ട് ചെയ്യാം.
കീ മാത്രം എടുത്തിട്ട് കീ മാത്രം ഇത് ചെയ്ത് കഴിഞ്ഞാൽ സിൻടാക്സ് എറർ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് കീ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് കറസ്പോണ്ടിങ്ങിലി, കണ്ടില്ലേ. സോ കീസ് ഓൺലി കീ ഐട്രേറ്റ് ചെയ്യുള്ളൂ. ആക്ച്വലി ഇത് കുറച്ചും കൂടി ഷോർട്ട് ആൻഡ് സ്ലൈറ്റർ ആൻഡ് ചീപ്പറാന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഈ കീസ് വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ. സോ ഓൺലി വാല്യൂസ് മാത്രം വേണമെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട്, അതിനാണ് വാല്യൂസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. സോ വാല്യൂസ് മാത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാല്യൂസ് ഉണ്ട്, ഇവിടെ വാല്യൂ കൊടുക്കാം, വാല്യൂ എന്നിട്ട് നോട്ട് ചെയ്യാം, എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് വാല്യൂ മാത്രം കിട്ടണമെങ്കിൽ വാല്യൂ മാത്രമുള്ള മെത്തേഡും ഇങ്ങനെ യൂസ് ചെയ്യാം. വാല്യൂസ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, വാല്യൂ മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, മാപ്പിൽ കുറച്ച് യൂസ്ഫുൾ മെത്തേഡ്സ് കുറച്ച് ഉണ്ട്, സൈസ് ഉണ്ട്, വേണമെങ്കിൽ ക്ലിയർ ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ബേസിക്കലി സൈസ് നോക്കിക്കഴിഞ്ഞാൽ സൈസ് അതിൻ്റെ ഇത് തരിക, എന്താ പറയുക, അതിൻ്റെ മാപ്പിൻ്റെ സൈസിനും ഇപ്പോൾ പേഴ്സൻ്റായിട്ട് നമ്മുടെ കയ്യിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഡോട്ട് സൈസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഐഡിൽ കിട്ടുന്ന 2 ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഫങ്ഷൻ അല്ല, കണ്ടോ 2 നമുക്ക് കിട്ടി. ആക്ച്വലി സൈസ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. സോ സൈസ് മെത്തേഡ് അല്ല, പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇനീഷ്യലി ആ മെത്തേഡ് പോലെ പാരാന്തസിസ് കൊടുത്തപ്പോൾ ബ്രേക്കായി. ഞാനപ്പോൾ പറയുന്നു സൈസ് മെത്തേഡ് അല്ല, പ്രോപ്പർട്ടി ആണെന്നുള്ളത്. പിന്നെ കീ എക്സിസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് ഹാസ് കീ വെച്ച് യൂസ് ചെയ്യാം, ഹാസ് മെത്തേഡ് വെച്ച് യൂസ് ചെയ്യാം. കീ എക്സിസ്റ്റ് ആണോ ചെക്ക് ചെയ്യാനുള്ള മെത്തേഡാണ് ഹാസ്. ഓക്കെ, പിന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ പേഴ്സൺ ഡാറ്റ ഡോട്ട് നമ്മൾ എഴുതി ഹാസ് മെത്തേഡാണ് ഓഫ് ആ ഉണ്ടോയെന്നുള്ളത്. അപ്പോൾ പേഴ്സൺ 1 എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രൂ വരണ്ടാണ്, ട്രൂ വന്നു. കണ്ട ആ മെത്തേഡ് ട്രൂ ഉണ്ട്, ഈ പേഴ്സൺ 1 ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട് മാപ്പിൽ, അതുകൊണ്ടാണ് നമുക്ക് ട്രൂ വരുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഈ മാപ്പിൽ ബേസിക്കലി അനദർ പ്രോപ്പർട്ടീസ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഡിലീറ്റ് ഉണ്ട്, സ്പെസിഫിക് എൻട്രി റിമൂവ് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. പിന്നെ ക്ലിയർ ഉണ്ട്, എവറിത്തിങ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലിയർ യൂസ് ചെയ്യാം. ബട്ട് ഡിലീറ്റ് എന്ന സ്പെസിഫിക് എൻട്രി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ എന്ന് പറഞ്ഞാൽ എല്ലാം റിമൂവ് ചെയ്യും ആക്ച്വലി ക്ലിയർ മെത്തേഡിൽ. ഓക്കെ, സോ ഫ്രണ്ട്സ്, മാപ്പ് യൂസ്ഫുൾ പവർഫുൾ ഡാറ്റ സ്ട്രക്ചറാന്ന് പറയാം. ബേസിക്കലി കീ വാല്യൂ സ്റ്റോറേജിന് ബെറ്ററാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ യൂണിക് വാല്യൂസിനാണ്, മാപ്പ് എന്ന് പറഞ്ഞാൽ കീ വാല്യൂ പേഴ്സിനാണ്. ബെസ്റ്റ് പാർട്ട് മാപ്പിൻ്റെ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് തന്നെ നമുക്ക് എന്താ വെച്ചാൽ കീ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ യു ക്യാൻ അറ്റാച്ച് ആൻ എക്സ്ട്രാ ഡാറ്റ ടു ആൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് ബ്ലോട്ടിങ് ദി ഒബ്ജക്റ്റ്. സോ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഡാറ്റ അറ്റാച്ച് ചെയ്യാനും കൊടുക്കാനും പറ്റും മാപ്പിൻ്റെ കേസിൽ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യണം. മനസ്സിലായിരിക്കുന്നു കുറേ മെത്തേഡ്സ് ഉണ്ട് മാപ്പിൻ്റെ. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിയർ, ഡിലീറ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. മോസ്റ്റ് ഓഫ് ദി പ്രോജക്ട്സിൽ അധികം യൂസ്ഫുൾ അല്ല, നമ്മൾ യൂസ് ചെയ്യാറില്ല മാപ്പ്, പക്ഷേ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇൻ കേസ് സ്പെസിഫിക് പ്ലേസിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാപ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.